കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയെ ജോലിയിൽ തിരിച്ചെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് സെറ്റോയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. തിരിച്ചെടുക്കാൻ കോടതി വിധിയുണ്ടായിട്ടും പ്രവേശനം അനുവദിക്കാത്ത നടപടിയിൽ കോടതി ലക്ഷ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അനിത വ്യക്തമാക്കി. കഴിഞ്ഞ മാർച്ച് 18-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ വെച്ച് യുവതി പീഡനത്തിനിരയാവുന്നത്. സംഭവത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സ് അനിതയെ ഇതിന്റെ പേരിൽ ആരോഗ്യവകുപ്പ് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. തുടർന്ന് അനിത ഹൈക്കോടതിയെ സമീപിച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ നിയമനം നൽകി കോടതി ഉത്തരവിട്ടു. എന്നാൽ ഇവരെ ജോലിയിൽ പ്രവേശിക്കാൻ അനുമതി നൽകാത്ത മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നടപടിയാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിൽ PB അനിത സമരം തുടങ്ങിയതോടെ ഇവർക്ക് ഐക്യദാർഢ്യവുമായി SCTOയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. അതിജീവിതയ്ക്കൊപ്പം നിന്നതിന്റെ പേരിൽ തന്നെ വേട്ടയാടുകയാണെന്നും ജോലിയിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ നിരാഹാര സമരത്തിന് ഒരുങ്ങുമെന്നും അനിൽ വ്യക്തമാക്കി. എന്തായാലും പ്രതിഷേധമാണ്, അല്ലെങ്കിൽ നിരാഹാരമാണെങ്കിലും ഞാനിരിക്കും. കാരണം ഞാൻ ഒരു വർഷമായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി വേട്ടയാടപ്പെടുന്ന ഒരാളാണ്. ഈ രോഗിയോടൊപ്പം നിന്നതിനാണ് എനിക്ക് ഇപ്പം ഈ ഇത് വരുന്നത്. ഞാൻ അതിജീവിതയെ ഹരാസ്മെൻറ്റ് ചെയ്യാനോ അവരെ സ്വാധീനിക്കാൻ ചെന്ന 5 ജീവനക്കാരുടെ പേരും ഞാനല്ല എഴുതി കൊടുത്തത്. അവരുടെ ഡെസിഗ്നേഷൻ മാത്രമാണ് ഞാൻ എഴുതി കൊടുത്തത്. തിരിച്ചറിയൽ പരേഡിന് ശേഷമാണ് അവരുടെ പേര് എന്നോട് ചീഫ് നഴ്സിംഗ് ഓഫീസർ നിർബന്ധപൂർവ്വം എഴുതിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത്. ഇതുപോലും ഞാൻ പ്രിൻസിപ്പലിനല്ല എഴുതിയത്, ഞാൻ ചീഫ് നഴ്സിംഗ് ഓഫീസർക്കാണ് എഴുതിയത്. അത് എഴുതി പൂർത്തിയാകാത്ത ലെറ്റർ മാഡമാണ് പ്രിൻസിപ്പൽ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തത്. അതിനൊക്കെ ഞാനിപ്പം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സർക്കാർ നിശ്ചയിച്ച സ്ഥലമാറ്റമായതിനാൽ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഉത്തരവില്ലാതെ പ്രവേശനം നൽകാനാവില്ലെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സീനിയർ സൂപ്രണ്ട് അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.